Hello everyone, welcome back to Daily Walks with Samra. So after a long time ആണ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നതും ഞങ്ങളൊരു ടൂറ് പോണതും. ഓക്കെ, അപ്പം ഈ ഒരു വ്ളോഗ് എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പോണ പോലത്തെ പ്ലേസസിലേക്കല്ല നമ്മൾ പോകുന്നത്. യെസ് ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന ക്രൂസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിന്റെ പേരാണ് റിസോൾട്ട് വേൾഡ് ക്രൂസ്. അപ്പൊ ഈ ക്രൂസിലാണ് നമ്മൾ ഇനി ഒരു 3 days അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ലൈക്ക് ഇതൊരു മെമ്മറി ആയിട്ട് വെക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ കാരണം. സോ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞു, ഞങ്ങളിപ്പോ ഷിപ്പിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ് ഗൈസ്. ഇനി പ്രധാനപ്പെട്ട ഒരാളെ കൂടെ പുതിയതായി പരിചയപ്പെടുത്താനുണ്ട്. ഇതാണ് ഇനാറ, ഞങ്ങളെ സെക്കൻഡ് ബേബി. അങ്ങനെ ഞങ്ങൾ ഷിപ്പിലൊക്കെ കയറി, അതിൽ ലിഫ്റ്റ് കയറി ഞങ്ങൾ റൂമിലെത്തി. നമുക്ക് 2 റൂം ഉണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പോ ഫസ്റ്റ് വന്നിരിക്കുന്നത് പൊന്നൂസിന്റെ റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളുടെ റൂമിൽ പോകണം. സോ റൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാവുമായിരിക്കും. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഞങ്ങൾ ഷിപ്പിലേക്ക് ഇറങ്ങി. അപ്പൊ ഇതൊരു ലൈക്ക് ഒരു 13 ഡെക്സ് ഉണ്ട്. ഡെക്സ് എന്നാണ് പറയുന്നത്, ലൈക്ക് നമ്മളെ ഫ്ലോർ പോലെ. അപ്പൊ ഇതിൽ നമ്മളിപ്പം 7th ഡെക്കിലാണ് വന്നിട്ടുള്ളത്. ലൈക്ക് നമുക്ക് ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. ഇവിടെ നിന്ന് നമുക്ക് സീ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് പോയി. അപ്പം റിസപ്ഷനിൽ എത്തിയപ്പം ഇതുപോലെ നമ്മളെപ്പോലെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് അവിടെ ഒരു ഷീറ്റ് ഉണ്ട്. അപ്പം അവരെല്ലാ ദിവസത്തെ പ്രോഗ്രാംസ്, കാര്യങ്ങള്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരിതാ ഇതുപോലെ ഒരു ഷീറ്റ് നമുക്ക് തരും. അത് ഡെയിലി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ബിക്കോസ് നമ്മൾ ആ ഷീറ്റിൽ നോക്കിയിട്ടാണ് പിന്നെ ബാക്കി ഏതൊക്കെ ഡെക്സില് ഏതൊക്കെ പ്രോഗ്രാംസ് ഏതൊക്കെ ടൈമിലാണ് ഉള്ളത്, റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. സോ സംഗതി എളുപ്പമായിരുന്നു. ഇന്ന് നമ്മൾ ഷിപ്പിലാണ് ഉള്ളത്. നമ്മളിപ്പോ ഫുഡെല്ലാം കഴിക്കുകയാണ്. കണ്ടോ, അങ്ങനെ നമ്മളൊരു 8 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ പതിയെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഇത് നമ്മൾ ഈ ക്രൂസിലുള്ള ഏറ്റവും മേലത്തെ ഡെക്കാണ്, 13 ഡെക്കാണ്. ഇവിടെ ഒരു ബഫറ്റ് സിസ്റ്റം മോഡൽ അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ലൈക്ക് ഇപ്പം നമുക്ക് കിട്ടിയ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ ലൈക്ക് നല്ല ഫുഡ്സ് ആണ്. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഫുഡല്ല, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ നോക്കിയപ്പം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇന്ത്യൻ ഫുഡ്സ് അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പതിയെ അങ്ങോട്ടേക്ക് നീങ്ങി. ഇതാണ് റെസ്റ്റോറൻറ്റ് ലീഡോ. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ ലൈക്ക് 3 days നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇന്ത്യൻ ഫുഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതുപോലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡെസേർട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ലൈക്ക് ഓരോരോ ഡെക്കിലൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി എന്തൊക്കെയാ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലൈക്ക് ഒരു പുറത്തത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്, ഇത് ഡെക്കാന്ന് എനിക്ക് ഓർമ്മയില്ല, പുറത്തത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. നല്ല വ്യൂ ആയിരുന്നു, അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ ഇതുവരെ ദുബായിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ക്രൂസ് എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. നമ്മൾ ക്രൂസ് പോണത് ഖത്തറിലോട്ടാണ്. ഖത്തറിൽ പോയി അവിടെ ഒരു 6 hours ഒക്കെ അതവിടെ നിർത്തിയിടും. ലൈക്ക് നമുക്ക് ഖത്തറിൽ ഇറങ്ങാം. അത് കഴിഞ്ഞ് അഗൈൻ ബാക്ക് ടു ദുബായ്. അങ്ങനെയാണ് നമ്മളൊരു പ്ലാൻ വരുന്നത്. സോ ഇനി ക്രൂസിൽ എന്തൊക്കെയുണ്ടെന്നുള്ള പറയാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു ഗെയിം സെന്റർ ഉണ്ട്. അതുപോലെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ജിം ഉണ്ട്, പൂൾ ഉണ്ട്. അങ്ങനെ ഓൾ ഇൻ വൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് തിയേറ്ററിലേക്കാണ്, സോഡിയാക് തിയേറ്റർ. അവിടെയാണ് നമ്മളെ ഷോസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ. ഈ
ഷോ കഴിഞ്ഞിട്ട് DJ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ നല്ലോണം ഡാൻസ് എല്ലാം കളിച്ചു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. എല്ലാവരും കാണണേ ഈ വീഡിയോ. അപ്പം നമ്മൾ സൺറൈസ് കാണാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ പോവാണ്. അങ്ങനെ ഗായ്സ്, ഞാൻ മിനിമോളും വളരെ ഹാപ്പിയാണ്. ഞാനിതോട് യൂട്യൂബില് നമുക്ക് ഡയറക്റ്റ് കാണൂലേ, അങ്ങോട്ട് പോവാം. നമ്മളിനി ഡയറക്റ്റ് കാണാൻ പോവാണ് ഗൈസ്. എങ്ങനെ നോക്കുമ്പോ അത്യാവശ്യം പേടിയുണ്ട്. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആണിത്. ഈ ഒരു വ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ കാതനെക്കുട്ടി വന്നത്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു വൈബ് ആയിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു ലൈക്ക് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഒരുപാട് സമയം നിന്നില്ല. ചെറിയ മോളെയും കുട്ടി വന്നുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചുപോയി. പക്ഷെ ആ നിന്ന ടൈം അത്രയും ഇറ്റ് വാസ് സോ നൈസ്. കടലിന്റെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ വൺ ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പം മാക്സിമം എൻജോയ് ചെയ്യാത്തത് ഈ വ്യൂ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ നമ്മളിതാ ഈ ഒരു ട്രിപ്പിലെ വേറൊരു മെയിൻ ഐറ്റമാണ് ഫോം പാർട്ടി. പൊന്നൂസ് വെയിറ്റ് ചെയ്തിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇന്നലെ ഒന്നും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ആൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം, ഫോം പാർട്ടി എൻജോയ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഖത്തറിൽ ലാൻഡ് ആയിട്ടാണ് ഉള്ളത്.
അപ്പോൾ ഇനി നമുക്കൊരു 6 hours ഒക്കെ മാക്സിമം കിട്ടുമായിരിക്കും. അപ്പൊ അതിനുള്ളിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാണാന്ന് വിചാരിച്ചു. അപ്പൊ കാതുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ കൂടെ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഷിപ്പിൽ നിന്ന് ലഞ്ച് കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. സെയ്ത്തൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ പോയത്. നല്ല ഫുഡായിരുന്നു, നല്ല നാടൻ ഫുഡായിരുന്നു, നല്ല നാടൻ ചട്ടിച്ചോറും മീൻ പൊരിച്ചൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പോകാൻ പോകുന്നത് ഖത്തർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പുറമേ നിന്നുള്ള ലുക്ക് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ മ്യൂസിയത്തിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം അവിടെയുള്ള ഷോപ്സും കാര്യങ്ങളൊക്കെയാണിത്. അപ്പം മ്യൂസിയത്തിൽ മെയിനായിട്ട് നമ്മൾ നോർമലി കാണുന്ന പോലെ തന്നെ പഴയ കാലത്തുള്ള ആൾക്കാർ മെയിനായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന രീതിയിൽ, ലൈക്ക് അവർ യൂസ് ചെയ്തിരുന്ന ലൈക്ക് കച്ചവടത്തിന് വേണ്ടി എന്തൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്, അവർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സസ്, അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങൾ, കാര്യങ്ങൾ. ഇതിപ്പം അന്ന് കാലത്തുള്ള ടിയാറൊക്കെയാണ് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ കുറച്ച് സമയം അതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ലൈക്ക് നമ്മളുടെ വണ്ടി വരാൻ കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു. അപ്പം അതുവരെ ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ കുറച്ച് നേരം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ നടന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ലൊരു പാർക്ക് പോലെയൊക്കെ. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഷിപ്പിലേക്ക് തിരിച്ചു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഖത്തറിന്ന് വിട്ടു. And this is our sheep. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നമ്മുടെ ഷിപ്പിലേക്ക് ഇറങ്ങി കേട്ടോ. ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോഡിയാക് തിയേറ്ററിൽ, അത് കണ്ടു. അതിനുശേഷം അവിടെ ഒരു ഡാൻസ് ക്ലാസ് പോലെ ഉണ്ടായിരുന്നു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിങ്കോ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പം എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ അല്ലേ? അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഷിപ്പിൽ. ഇപ്പോൾ പോവാനായിട്ടോ. ലൈക്ക് നമ്മളുടെ പാസ്പോർട്ടൊക്കെ ഇവർ വാങ്ങിയിരുന്നു. അപ്പം പാസ്പോർട്ടൊക്കെ തിരിച്ച് വാങ്ങിച്ച് എല്ലാം സെറ്റിൽ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇപ്പോൾ ദുബായ് എത്താനായി. അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ദുബായ് എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ടെർമിനലെത്തും. അപ്പോൾ എനിവേ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.
ഹലോ ഗായ്സ്, നമ്മൾ ഇപ്പോൾ ഷിപ്പിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളിപ്പോൾ ഷിപ്പിൽ വലിയ ലൈനുള്ളതുകൊണ്ട് കുറച്ച് നേരമേക്കോ ദുബായിലേക്ക് നമ്മൾ പോയിട്ടെത്താൻ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക്